ഈ വയലിൻ കച്ചേരിയോ കരോക്കെ ഗാനമേളയോ അങ്ങനെ എന്തെങ്കിലും. നമ്മൾ സന്തോഷിക്കുമ്പോഴേ മറ്റുള്ളവർ പൊള്ളുന്നത് കാണുന്നത് നല്ല സുഖമുള്ള കാര്യമാണ്. ഡബിൾ ധമാക്ക. ആ ഫംഗ്ഷന് എൻ്റെ ഒപ്പം ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ കൂടി കാണും. പേടിക്കണ്ട, കുപ്പിയൊന്നും കൊണ്ടുവരില്ല. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് ധൈര്യമായിട്ട് ചെല്ല്. സുധിയുടെ ഓർമ്മയ്ക്കായി മുറിക്കുന്ന കേക്ക് സ്പോൺസർ ചെയ്യുന്നത് നടേശനാണ്. കത്തി വീഴുന്നത് ദേവികയുടെ ഹൃദയത്തിലായിരിക്കും. നിങ്ങൾ ചെല്ല്. സുധിയുടെ 2ാം ചരമവാർഷികം, അല്ലെങ്കിൽ സിദ്ധാർത്ഥന്റെ പുനർജന്മത്തിന്റെ 2ാം പിറന്നാൾ. നമ്മളെയും വിളിച്ചിട്ടുണ്ട്. പോണ്ടേ? ഞാനില്ല. വല്ലാത്തൊരു കുറ്റബോധം മനസ്സിൽ. എല്ലാത്തിനും കാരണം ഞാനാണല്ലോ എന്ന് ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ല. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടില്ലേ, അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. എല്ലാം ഓരോ നിമിത്തങ്ങളാ. സുധി ഭൂമിയിൽ നിന്ന് പോണം. സിദ്ധാർത്ഥൻ ഭൂമിയിൽ നിലനിൽക്കണം. അത് വിധിയാ. അറിഞ്ഞോ അറിയാതെയോ ആ വിധിക്ക് നിമിത്തമായത് നമ്മളാണെന്ന് മാത്രം. അത് ശരിയായിരിക്കാം. പക്ഷെ അതുമൂലം എല്ലാ നഷ്ടങ്ങളും സംഭവിച്ചത് ദേവികയ്ക്കല്ലേ?